നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതം, ഇതെന്താ പതിവില്ലാതെ ഈ നേരത്തെ ജ്യൂസ്? ഇത് നിനക്കല്ല, നിധിക്കുള്ളതാ. പാവം വീട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ട് അത്താഴം കഴിക്കാനും വന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൾ ഈ ജ്യൂസും കുടിക്കില്ല. പാറു വെറുതെ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. അതിന് ഞാനല്ലേ ഈ ജ്യൂസ് കൊടുക്കുന്നത്, നീയാ. ഞാനോ? അതെ, നീ അവളെ കൊണ്ട് ഇത് കുടിപ്പിക്കണം. പാറു പറഞ്ഞിട്ട് അനുസരിക്കാത്തവളെ ഞാൻ പറഞ്ഞാ കേക്കുവോ? അവള് ദേഷ്യക്കാരിയാ, അങ്ങേയറ്റത്തെ പിടിവാശിക്കാരിയാ. അവളുടെ അമ്മ ഇങ്ങോട്ട് വരാത്തതിന് നമ്മൾ എന്ത് പഴിച്ചു? അവള് പറഞ്ഞത് മുഴുവൻ നമ്മൾ അനുസരിച്ചില്ലേ? അവരെ ഇവിടെ താമസിപ്പിക്കാൻ അമ്മയുടെ സമ്മതപരം വാങ്ങിയതല്ലേ? അവര് വരാത്തതിന് നമ്മൾ എന്ത് പഴിച്ചു? നിധി വീട്ടിലേക്ക് പോകുന്നത് വസുന്ധര വിലക്കിയില്ലേ? നീ അവൾക്ക് അനുകൂലമായി ഒന്നും പറഞ്ഞില്ലല്ലോ. അതാ അവൾക്ക് കൂടുതൽ സങ്കടായത്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലൊക്കെ അവളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇനി നിന്റെ ഊഴോ? നീ അവളെ സമാധാനിപ്പിക്കണം. ഒരു ഭാര്യയ്ക്ക് എന്തു പ്രശ്നമുണ്ടെങ്കിലും ഭർത്താവ് കൂടെയുണ്ടെന്ന് തോന്നിയ എല്ലാ സങ്കടങ്ങളും മാറും. ആ തോന്നൽ അവളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നീയാ. ഈ ജന്മത്തിൽ അവൾ എന്നെ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാരാ പറഞ്ഞത്? അവൾ എന്നെ വിശ്വസിക്കുന്നില്ലേ, അതുപോലെ നിന്നെയും വിശ്വസിക്കും. വിവാഹം കഴിഞ്ഞു വരുന്ന ഓരോ പെൺകുട്ടിയും സ്വന്തം നാടും വീടും വിട്ടും മറ്റൊരിടത്ത് ചേക്കേറുക. വ്യത്യസ്തമായ പുതിയ സാഹചര്യത്തോട് അവരിണങ്ങി വരണം. അതിനവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ അവരെ താങ്ങി നിർത്തേണ്ടത് ഭർത്താവാ. അവന്റെ സാന്ത്വനം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്.